ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. വൈകുണ്ഠവർദ്ധിതബലോധഭവൽ പ്രസാദാത് അംഭോജയോനിരസൃജൽ കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂർഹമയാണി തഥാ തിരച്ചാം ജാതിർമനുഷ്യനിവഹാനപി ദേവഭേദാൻ. ഈ ദശകത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തപോബലവും മതിബലവും ഒക്കെ വർദ്ധിച്ച ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടികളെയാണ് പറയുന്നത്. ഹേ വൈകുണ്ഠമൂർത്തെ, ഭവൽ പ്രസാദാത്, അവിടുത്തെ ആ അനുഗ്രഹത്താൽ വർദ്ധിത ബലം വർദ്ധിച്ച, അതായത് മതിബലവും ബുദ്ധിബലവും ഒക്കെ വർദ്ധിച്ച അംഭോജയോനിഹി ബ്രഹ്മാവ് പിന്നീട് ഭൂരിഹമയാണി പിന്നീട് മണ്ണിൽ മുളച്ചുണ്ടാകുന്ന സ്ഥാസ്നൂനി സ്ഥാവരങ്ങളും തഥാ അതുപോലെ തന്നെ തിരച്ചാം ജാതി പക്ഷി മൃഗാദി തിര്യജാതികളും. തിരച്ചാമെന്ന് പറയുന്നത് മനുഷ്യർ നിവർന്ന് നടക്കുന്നു, പക്ഷി മൃഗാദികളെല്ലാം തിരച്ചീനമായി നടക്കുന്നു. മനുഷ്യനിവഹാൻ മനുഷ്യവർഗങ്ങളും ദേവഭേദാൻ അപി ദേവഭേദങ്ങളും ജീവദേഹാൻ ശരീരങ്ങളെയുമൊക്കെ അസൃജർക്കില സൃഷ്ടിച്ചു അത്രേ. അല്ലയോ വൈകുണ്ഠനായ ഭഗവാനെ, അനന്തരം അവിടുത്തെ കൃപനിമിത്തം ശക്തനായി തീർന്ന ബ്രഹ്മാവ് വൃക്ഷലതാദികളായ സ്ഥാവരങ്ങൾ, പക്ഷിമൃഗാദികളായ തിര്യക്വർഗങ്ങൾ, മനുഷ്യ സമൂഹങ്ങൾ, വിഭിന്ന ദേവന്മാർ തുടങ്ങിയ ജീവശരീരങ്ങളെ സൃഷ്ടിച്ചു. അങ്ങനെ സകലതും സൃഷ്ടിക്കപ്പെട്ടു. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ ഉദ്ധാമ താമസ പദാർത്ഥവിധാനദൂന തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധൈ. സഹ ആ ബ്രഹ്മാവ് മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതി, മിഥ്യാഗ്രഹം മിഥ്യയായി ഗ്രഹിക്കുക, അതായത് തെറ്റായി ധരിക്കുക. ഈ പ്രപഞ്ചമൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ള ഒരു ബോധം. രാഗവികോപഭീതി, രാഗം, വികോപം അതായത് കോപം, ഭയം, അസ്മിമതി ഞാനെന്ന ഭാവം. ഇത് ഇങ്ങനെ പഞ്ചവിധാം 5 തരത്തിലുള്ള അജ്ഞാനവൃത്തിയും അജ്ഞാനത്തിൻ്റേതായ ചിത്തവൃത്തിയെ സൃഷ്ടിച്ചിട്ട് ഉദ്ധാമ താമസ പദാർത്ഥ വിധാനദൂന, ഉദ്ധാമ വളരെ ശക്തിയുള്ള താമസ പദാർത്ഥങ്ങൾ, അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ വിധാനം ചെയ്തിട്ട്, അതായത് സൃഷ്ടിച്ചിട്ട് ദൂനനാകുക എന്ന് പറഞ്ഞാൽ ദുഃഖിതനാകുക. വിശുദ്ധി പരിശുദ്ധിക്ക് വേണ്ടിയിട്ട് ത്വദീയ ചരണസ്മരണം, ഗുരുവായൂരപ്പ അവിടുത്തെ ചരണങ്ങളുടെ സ്മരണത്തെ തേനെ ധ്യാനിച്ചു. തെറ്റായ ധാരണ, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്ത, രാഗം, കോപം, ഭയം എന്നിങ്ങനെ 5 വിധമുള്ള അജ്ഞാന കാര്യങ്ങളെ സൃഷ്ടിച്ചിട്ട് തമോ ഗുണപ്രധാനമായ അവയുടെ സൃഷ്ടി കൊണ്ട് ദുഃഖിതനായി തീർന്ന ബ്രഹ്മാവ് അജ്ഞാനത്തെ നീക്കി പരിശുദ്ധി കൈവരാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പ അവിടുത്തെ പാദങ്ങളെ ഭക്തിപൂർവം സ്മരിച്ചു. താവൽ സസർജ മനസാ സനകം സനന്ദം ഭൂയ സനാതനമുനിം ച സനൽകുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാ ത്വൽപാദഭക്തിരസികാ ജഗൃഹുർനവാണിം. താവത് അപ്പോൾ മനസ്സുകൊണ്ട് ഭൂയ വീണ്ടും സനകം സനന്ദം സനാതനമുനിയും സനൽകുമാരം ച സനകനെയും സനന്ദനെയും സനാതന മുനിയെയും സനൽകുമാരനെയും സൃഷ്ടിച്ചു.
ത്വൽപാദ ഭക്തിരസിക, ഗുരുവായൂരപ്പ അവിടുത്തെ പാദങ്ങളിലുള്ള ഭക്തിരസത്തോടു കൂടിയ തേതു ആ സനകാദികളാകട്ടെ തേന ആ ബ്രഹ്മാവിനാൽ സൃഷ്ടികർമ്മണി സൃഷ്ടിപ്രക്രിയയിൽ നിയുജ്യമാന അഭി നിയോഗിക്കപ്പെട്ടവരായിട്ടും വാണിയും ബ്രഹ്മാവിൻ്റെ വാക്കിനെ ന ജഗൃഹു സ്വീകരിച്ചില്ല. തമോഗുണ പ്രധാനങ്ങളായവയെ സൃഷ്ടിച്ചത് നിമിത്തം സന്തപ്ത ചിത്തനായി തീർന്ന പത്മസംഭവൻ ഭഗവത് പാതാരവിന്ദങ്ങളെ ഭക്തിപൂർവ്വം സ്മരിച്ചിട്ട് പരിശുദ്ധ ചിത്തനായി തീർന്നതിന് ശേഷം മനസ്സുകൊണ്ട് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു. ഏതൊരു കർമ്മം ചെയ്തു തുടങ്ങുന്നതും പരിശുദ്ധമായ മനസ്സോടുകൂടി ആയിരിക്കണം എന്ന ഒരു വലിയ തത്വമാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഭഗവത് ഭക്തി രസമറിയുന്നവർ ബ്രഹ്മാവിനാൽ സൃഷ്ടികർമ്മത്തിലെല്ലാം നിയോഗിക്കപ്പെട്ടവരായിട്ടും അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ അനുസരിക്കാൻ അവർ തയ്യാറായില്ല.